വ്യാപാര മേഖലയിൽ തൊഴിൽ സംരക്ഷണത്തിനായി ജനുവരി 13 മുതൽ 25 വരെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന ജാഥ ജനുവരി 16-17 തീയതികളിൽ മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാര മേഖല മുൻപ് ഒരു കാലത്തുമില്ലാത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. നോട്ട് നിരോധനവും GSTയും GDP വളർച്ചാ നിരക്കിലുണ്ടായ ഇടിവും ഓൺലൈൻ വ്യാപാരവും പ്രത്യക്ഷ വിദേശ നിക്ഷേപവും സാമ്പത്തിക മാന്ദ്യവും മൂലം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം രാജ്യത്തെ 2 ലക്ഷം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. കുത്തകകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതിനാൽ ചെറുകിട സംരംഭങ്ങളാണ് തകരുന്നത്. കേന്ദ്ര സർക്കാർ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ച് ഈ മേഖലയെ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിച്ചേ മതിയാകൂ എന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, വിലക്കയറ്റം തടയുക, ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക, വ്യാപാര മേഖലയിൽ പ്രത്യക്ഷ വിദേശ നിക്ഷേപം ഒഴിവാക്കുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ ഉത്തേജ പാക്കേജ് പ്രഖ്യാപിക്കുക, വാടക നിയന്ത്രണ നിയമം നടപ്പിലാക്കുക, ലൈസൻസ് ഫീസുകൾ കുറയ്ക്കുക, വൈദ്യുതി താരിഫിൽ ഇളവ് അനുവദിക്കുക, വഴിയോര വ്യാപാരം നിയന്ത്രിക്കുക, ക്ഷേമനിധി പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാഥ സംഘടിപ്പിച്ചിരുന്നത്. ജനുവരി 13 കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ 25 തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ K സുബ്രഹ്മണ്യൻ, ഹംസ പുല്ലാട്ടിൽ, M നിസാർ അലി, UK അബൂബക്കർ, K അൻവർ എന്നിവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.